മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് എത്തി നിൽക്കുകയാണ് എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന തരത്തിലോട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു കൊഴിഞ്ഞു പോക്കലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇന്ത്യ സഖ്യം തന്നെ MVA എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷം, അതോടൊപ്പം തന്നെ ശരത് പവാർ പക്ഷം, കോൺഗ്രസ് പക്ഷം ഒക്കെ തന്നെ മഹാരാഷ്ട്രയിൽ പൂർണ്ണ തോതിൽ ഒന്നുമല്ലാതാവുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് മാത്രമല്ല, ഇപ്പോൾ 3 പാർട്ടികളിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിൽ നിന്നും വലിയ തോതിലുള്ള ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ BJP പാളയത്തിലെത്തിയിരിക്കുകയാണ്, കോൺഗ്രസ് വിട്ടുകൊണ്ട്. അതായത് ജയശ്രീ പാട്ടീലിന് പിന്നാലെ ഇപ്പോൾ ജില്ലാ മേധാവിയായിട്ടുള്ള പൃഥ്വിരാജ് പാട്ടീലും ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു. മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രവീന്ദ്ര ചവാൻ ഉൾപ്പെടെയുള്ള പ്രധാന BJP നേതാക്കളെ അദ്ദേഹം കാണുകയും BJPയിലേക്ക് ചേരുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ വികസനത്തിനായി താൻ BJPയിലേക്ക് പോകുന്നു എന്നാണ് പൃഥ്വിരാജ് പാട്ടീൽ അവകാശപ്പെട്ടത്. ആരാണ് ഈ പറയുന്ന പൃഥ്വിരാജ് പാട്ടീൽ? ബാബ എന്നറിയപ്പെടുന്ന പൃഥ്വിരാജ് ഗുലാബ് റാവു പാട്ടീൽ സാംഗ്ലി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. 2019-ലും 2024-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് നയിച്ച വിഭാഗീയതയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളും ഉൾപ്പെടെ നിരവധി കാരണങ്ങളാലാണ് ഈ മാസം ആദ്യം തന്നെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. മുൻ രാജ്യസഭാ MP ആയിട്ടുള്ള ഗുലാബ് റാവു പാട്ടീലിന്റെ മകനായ ഈ കുടുംബത്തിന് കോൺഗ്രസിൽ ആഴത്തിലുള്ള വേരുകളാണ് ഉണ്ടായിരുന്നത്. 2019-ലും 2024-ലും സാംഗ്ലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പൃഥ്വിരാജ് പാട്ടീൽ മത്സരിച്ചിരുന്നു. 2 അവസരങ്ങളിലും അദ്ദേഹം ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും BJPയുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സുധീർ കാഡ്ഗിലിനോട് പരാജയപ്പെട്ടിരുന്നു. 2024-ൽ കോൺഗ്രസിലെ ജയശ്രീ പാട്ടീൽ വിമതനായി മത്സരിച്ച് പൃഥ്വിരാജിന്റെ സാധ്യതകളെ നശിപ്പിച്ചതിനാലാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്ന് സാംഗ്ലിയിലെ പലരും പറഞ്ഞിരുന്നു. എന്തായാലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ MVA സഖ്യത്തിലെ പ്രധാനിയായിട്ടുള്ള കോൺഗ്രസ് വളരെ വലിയ തോതിൽ തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് ഒരു വലിയ തോതിലുള്ള തിരിച്ചടി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസിലെ ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് MVA തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ നിലവിലുള്ള പലരും BJP പാളയത്തിലേക്ക് മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സൂചന തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇപ്പോഴത്തെ ഈ ഒരു കൊഴിഞ്ഞു പോക്കൽ എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് പേരിന് പോലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. കാരണം ഉദ്ധവ് പാളയത്തിൽ പോലും ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. BJP പാളയത്തിലേക്ക് പലരും നിലവിലത്തെ സാഹചര്യത്തിൽ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രമുഖ നേതാക്കളടക്കം പലരും ഇപ്പോൾ ഒറ്റയടിക്ക് കൂട്ടമായി BJPയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇപ്പോൾ നാമാവശേഷമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമേൽക്കുന്ന തരത്തിലോട്ട് പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.